ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോവാം കേട്ടോ. അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് ഇനി നേരെ എറണാകുളത്തേക്ക് വിടാൻ വേണ്ടി പോവുകയാണ്. എന്താ ഏതാന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് പാക്കൊക്കെ ചെയ്ത് വെച്ചിനു. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് നാട് വിടാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ പെട്ടികളൊക്കെ നമ്മൾ മുന്നേ പാക്ക് ചെയ്ത് വെച്ചതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ബാഗ് കണ്ടോ, ഈ ബാഗിന് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും വെയിറ്റ് ഉണ്ടെന്നാണ്. അതിനത്ര സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിന് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ബ്ലാങ്കറ്റാണ്. ഈ ബ്ലാങ്കറ്റ് ഇല്ലാണ്ട് ഞാൻ പോയിട്ട് കാര്യമില്ല, കാരണം എനിക്ക് അങ്ങോട്ട് ഉറക്കം മുറുകൂല. ഈ ബ്ലാങ്കറ്റ് എനിക്ക് മസ്റ്റാണ്. സോ അങ്ങനെ നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ നേരെ കൊലായിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പാതിരാത്രി ആയിട്ടോ. നമ്മളെ ബസ് വന്നിട്ട് 11:10 അപ്പോൾ നമ്മൾ നേരെ എന്താണെന്ന് വെച്ചാൽ ഇനി കോഴിക്കോട് നമ്മളുടെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള പരിപാടിയില്ല. പിന്നെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്, ചെറുങ്ങനെ മഴയൊക്കെ തുള്ളിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും കൂടെ നേരെ പോവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ട്രിപ്പായിട്ട് എറണാകുളത്തേക്ക് പോവുമല്ല കേട്ടോ. അതായത് എന്നെ എറണാകുളത്തേക്ക് ആക്കാൻ വേണ്ടി വരിക. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുതിയൊരു കമ്പനിയിൽ വർക്ക് റെഡിയായി, എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ക്രാക്കായി. അപ്പം ഞാൻ കോഴിക്കോട് നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ഫറോക്ക് എത്തിയപ്പോൾ അച്ഛൻ എന്താ ചെയ്തത് വെച്ചാൽ കാറ് ഫറോക്കാണ് പാർക്ക് ചെയ്തത്. കാരണം ഇവർ തിരിച്ച് വരാനുള്ളത് ട്രെയിൻ ബുക്ക് ചെയ്തത് ഫറോക്കിലാണ് ഈ സ്റ്റോപ്പുള്ളത്. സോ അങ്ങനെയാകുമ്പോൾ ഇവർക്ക് തിരിച്ച് വരുമ്പോൾ കുറച്ച് ഈസി ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവുക കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ ലൈക്ക് ഈ ടൈമിനെക്കാട്ടി മുന്നേ എത്തി. അതായത് 11:10 വണ്ടിയെങ്കിൽ അതിനെക്കാട്ടിയും കുറേ മുന്നേ എത്തി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ഇനി അടുത്ത ട്വിസ്റ്റ് ഉണ്ടാവണം കേട്ടോ. അതായത് ഇത്രയും ലേറ്റായിട്ട് ഞാൻ ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. 11:10 വരേണ്ട വണ്ടി 12:10 കഴിഞ്ഞിട്ട് എത്തിയില്ലേനു കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിൽ വെയിറ്റിങ്ങില്ലേനും. അങ്ങനെ ഇവിടെ ഇരുന്ന് ആകെ എന്താ പറയുക, ഭയങ്കരമായിട്ട് മടുത്തു പോയിട്ട് നമുക്ക് എല്ലാവർക്കും. അങ്ങനെ കുറേ കഴിഞ്ഞ് ഏകദേശം ഒരു 12:30 ആയപ്പോഴാണ് നമ്മളുടെ നെയ്യാറ്റിൻകര നമ്മളുടെ ഈ ഒരു ബസ് വരുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിനു, നമ്മൾ 3 സീറ്റ് ബുക്ക് ചെയ്തു. ആൻഡ് നമ്മളിപ്പം സീറ്റിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും ഭയങ്കര ടയർഡായി. അത്രയും നേരം ഇങ്ങനെ കാത്തിരുന്ന് മടുത്ത് പണ്ടരടങ്ങിപ്പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ എറണാകുളത്തേക്ക് വിടുകയാണ്. സോ വണ്ടി മൂവ് ആവുകയാണ്. ഈ ടൈമിൽ ഇങ്ങനെ ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് സ്വതവേ ഞാൻ സൈഡ് സീറ്റിലിരുന്ന് ഫുള്ള് ഈ വിൻഡോ ഒക്കെ തുറന്നിട്ട് അങ്ങനെ കാറ്റൊക്കെ അങ്ങനെ അടിച്ചിട്ടൊക്കെ പോയാലും എനിക്കൊരു പോണ ഒരു സാധനം കിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം ഞാൻ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ ഈ ഒരു കോഴിക്കോട് വിടുന്ന വരെ എൻ്റെ സൈഡ് സീറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളൂ. കാരണം അതിന് ശേഷം ഭയങ്കര തണുത്ത കാറ്റടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എനിക്കൊക്കെ കൂടെ ആകെ തണുപ്പും ഉറക്കും ഒക്കെ കൂടി ആയിട്ട് അങ്ങനെ നമ്മൾ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തു. ആൻഡ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് 4:30 നമ്മളിവിടെ എത്തി കേട്ടോ. അപ്പോൾ വണ്ടി ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി നിലം തൊടാണ്ട് പറപ്പിച്ചിട്ട് നമ്മളുടെ ആലുവയിൽ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ബസ് സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരിക്കുക കേട്ടോ ചെയ്തത്. അവിടെ വെയിറ്റിംഗ് റൂമിൽ കുറച്ച് നേരം ഇരുന്ന്. കാരണം ഈ ഒരു നേരം നമുക്ക് നേരെ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല, കാരണം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് ഇവിടെ ഒന്ന് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് നേരം വെളുത്തിട്ട് നേരെ ഹോസ്റ്റലിൽ പോകാമെന്ന് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഇരുന്നിരുന്ന് മടുത്തിട്ട് അമ്മയ്ക്ക് പിന്നെ ഇറങ്ങി നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും മടുത്തുപോയി. ഭയങ്കര ട്രാവൽ എനിക്ക് തോന്നി ഇച്ചിരി ഹെക്റ്റിക് ആയതുപോലെ തോന്നി കേട്ടോ. ഒന്നാമത് വെയിറ്റിംഗ് ടൈം അതിനും ഭയങ്കര കൂടുതലായിട്ട് വന്നത്. അങ്ങനെ ഏകദേശം ഒന്ന് നേരെ ഒന്ന് വെളുത്ത് കണ്ടപ്പോൾ ഒരു 5:30 ആയപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി നടക്കുക കേട്ടോ. അതായത് ഈ ഒരു ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നിൽക്കാൻ പോകുന്നത്, അതായത് ഒരു വർക്കിംഗ് വുമൺ ഹോസ്റ്റലുണ്ട്, ഇതിൻ്റെ അടുത്താണ് ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഇവിടേക്ക് ഏകദേശം ഒരു 30 രൂപേൻ്റെ ഓട്ടോ ചാർജേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ വാർഡനൊക്കെ വിളിച്ച് ഗേറ്റൊക്കെ തുറന്നു. എന്നിട്ട് അമ്മയും ഞാനും പോയിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ റൂമിൽ വെച്ച് അങ്ങനെ ഇവരിപ്പം നേരെ തിരിച്ച് കോഴിക്കോടേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇവർക്ക് ട്രെയിൻ വന്നിട്ട് 8 മണിക്കാണ് ട്രെയിന് കോഴിക്കോടേക്ക് പോകാൻ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോണത് എറണാകുളത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്.